നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബംഗാളിൽ അത് അവസാന ഘട്ടം കഴിഞ്ഞ 29-നായിരുന്നു. അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. സുവേന്ദു അധികാരിയുടെ BJP സർക്കാർ അധികാരത്തിലേറി. പക്ഷെ ഇവിടുന്ന് പോയവരാരും തിരിച്ചു വന്നില്ല. പൊറോട്ട അടിക്കണതും പൊറോട്ട അടിക്കാനുള്ള സാമ്പാർ വയ്ക്കാനും ചമ്മന്തി അരയ്ക്കാനും പോലും ബായ് ചമ്മന്തി ദോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹോട്ടലുകാരും തട്ടുകടക്കാരൊക്കെ ആകെപ്പാടെ പേര് വഴിയിലായിരിക്കുകയാണ്. കാരണം ഇവരിന് തിരിച്ചു വരുന്നില്ല. കാരണം അവിടുത്തെ പുതിയ കെട്ടിടങ്ങൾ വരുന്നു. പഴയ രാജ്യത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായിട്ട് ഒരു കാലത്തായിരുന്നത് തിരിച്ചാ പ്രൗഢി വീണ്ടെടുക്കാനുള്ള ചില വൻകിട പദ്ധതികളൊക്കെ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോയവരെല്ലാം, കാരണം ഇനി ഇവിടെ ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവിടെ കുടുംബത്തിൽ താമസിച്ച് ബന്ധുക്കളുടെ ഇടയിൽ വീട്ടുകാരുടെ കൂടെ താമസിക്കാമെന്നുള്ളൊരു ആലോചന. പക്ഷേ അതിനും അപ്പുറം എന്തോ ഒരു വലിയൊരു നിധി, അല്ലെങ്കിൽ ഇവരാരും ഇങ്ങനെ പോകില്ല. ഈ ബംഗാളികൾ ഇവിടുന്ന് ബസ് ചാർട്ടേഡ് വിമാനം മാത്രം പോയില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം പോയി. ചാർട്ടേഡ് ബസ് പോയി, ചാർട്ടേഡ് തീവണ്ടി പോയി. കാരണം ആ തീവണ്ടിക്കകത്ത് സാധാരണ ജനത്തിന് കയറാൻ എല്ലാം നിന്നാണ് ബംഗാൾ അതുവരെയുള്ള രാജ്യത്തിന്റെ മറ്റേ അതിർത്തി വരെ അങ്ങ് പോയത്. കാരണം അതൊക്കെ ഒരു വോട്ട് ചെയ്യാൻ പോയതാണ്. കാരണം ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ SIR പ്രകാരമുള്ള പൗരത്വം ഇല്ലാതാകുന്നൊക്കെ ചെറിയ റൂമറുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അടിസ്ഥാനരഹിതമായിരുന്നു. പക്ഷേ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഇനി വോട്ടർ പട്ടികയിൽ നിന്നും ഞങ്ങൾ ഇത് കളയുമോ. അത് മാത്രമല്ല, അവർക്ക് ഇത്തവണ ബംഗാളിന്റെ ഭാവി നിർണ്ണയിക്കാൻ തീരുമാനിച്ചു. അതെ. പക്ഷേ അതിനൊരു കാരണമുണ്ട്. പക്ഷെ അവർ പോയവരാരും തിരിച്ചു വന്നില്ല. എന്തോ വലിയൊരു നിധി സുവേന്ദു അധികാരി അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതില്ലെങ്കിൽ അദ്ദേഹം അത് മമത കണ്ടെത്തിയിട്ടും പുറത്തു പറയാത്ത സാധനം സുവേന്ദു അധികാരി കണ്ടെത്തി അവർക്ക് പറഞ്ഞു കാണാം. അല്ലെങ്കിൽ അവർ ഇങ്ങനെ കേരളത്തെ ഉപേക്ഷിച്ച് പോകാതിരിക്കില്ല. അവർ തിരികെ വന്നേനെ. കാരണം ഇവിടെ ജോലി ചെയ്ത് ഹോട്ടലിലൊക്കെ ജോലി ചെയ്ത പലർക്കും അവിടെ 2 നില കെട്ടിടവും അതിൻ്റെയൊക്കെ പാലുകാച്ചിന് ഇവിടുന്ന് പോയ ഒരു ഫേസ്ബുക്കിലൊരു കമൻറ്റ് കണ്ടു. അതിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയ ഒരു മുതലാളി അവൻ്റെ തൊഴിലുടമ കണ്ട് ഞെട്ടിപ്പോയി. ഇവർ 2 ദിവസത്തെ പരിപാടിയാണ്, ബാൻഡ് മേളം, ഡാൻസ്, അങ്ങനെ 2 ദിവസത്തെ പാലുകാച്ചാണ്. അതാണ് അവിടെ ചടങ്ങ്. അത്തരം വൻ സെറ്റപ്പിലാണ് അവരവിടെ ജീവിക്കുന്നത്. എന്തായിരിക്കാം അവർ തിരിച്ചു വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെന്നപ്പോൾ അദ്ദേഹം ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. സോനാർ ബംഗ്ല, സുവർണ ബംഗാളിനെ സ്വർണത്തിൽ കുളിപ്പിക്കും, അങ്ങനെ ഒരു അല്ലെങ്കിൽ സ്വർണത്തിൽ മുക്കും. സ്വർണ്ണഖനിയാണ്, വാസ്തവത്തിൽ സ്വർണ്ണഖനിയാണ്. സ്വർണം കണ്ടെത്തിയോ? സ്വർണ്ണമല്ല എന്നുള്ളതാണ്. എല്ലാവരും കൈക്കോട്ട്. പക്ഷേ സ്വർണത്തെക്കാൾ മൂല്യമുള്ള ഇന്നത്തെ നിലയ്ക്ക് ഒരു വലിയ നിധി ബംഗാളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പുതിയ വാർത്തയല്ല. അതായത് 2018 തന്നെ ബംഗാളിൽ വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തിയത് ONGCയുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അവർ നടത്തിയ പര്യവേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയപ്പോൾ ഇത് ബംഗാളിലെ അശോക് നഗർ, ഇത് നമ്മുടെ ഇത് കൊൽക്കട്ടയിൽ നിന്ന് 48 കിലോമീറ്റർ അകലെയാണ് ഈ അശോക് നഗറിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നോർത്ത് 24 പർഗാനസ് ജില്ലയിലാണ് വരുന്നത്. അതുമാത്രമല്ല, അവിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? വലിയ ക്രൂഡ് ഓയിൽ നിക്ഷേപമാണ്. 240 ദശലക്ഷം ബാരലിൻ്റെ ക്രൂഡ് ഓയിൽ അവിടെ ഉണ്ട് എന്ന് 2018 തന്നെ കണ്ടെത്തി. 2020 ആയപ്പോഴത്തേക്കും അവർ വളരെ കൃത്യമായിട്ട്, അതായത് ഈ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഇതിനെക്കുറിച്ച് പഠിച്ച് കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച് ഈ 2018 കണ്ടെത്തിയതിനെക്കുറിച്ച്, അതായത് എത്ര അളവിൽ എണ്ണയുണ്ട്, ഈ എണ്ണ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ അതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി. 2020 മുതൽ 24 വരെ അവർ തുടർ പഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. 24-ൽ ഈ എണ്ണ കുഴിച്ചെടുക്കുന്നതിന് അവർ പ്രോജക്റ്റുമായിട്ട് ഒരു MOU സൈൻ ചെയ്യാൻ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് അവർ പ്രോജക്റ്റ് കൊടുത്തു. അവിടെയാണ് പ്രശ്നം. അവിടം തൊട്ടാണ് 2024 തൊട്ട്, ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഒരു വിധത്തിലും മമത ആ പ്രോജക്റ്റ്
ഒപ്പിടില്ല. അത് നാളെ ഇടാം, മറ്റന്നാൾ ഇടാം, അത് അങ്ങനെയാണ് ഉദ്യോഗസ്ഥരെടുത്തുകൊണ്ട് പോയി മറ്റത് കണ്ടില്ല, മറിച്ചത് കണ്ടില്ല, ഇങ്ങനെ ഒരുപാട് മുട്ടാപ്പോക്ക് തർക്കങ്ങൾ പറഞ്ഞത് നീട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന് നമുക്കറിയാം ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടാൻ വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല. 10 തവണ 10 തവണ പാർലമെന്റിൽ ഈ വിഷയം 10 തവണ കത്തയച്ചു, ബന്ധപ്പെട്ടു, ഒരുപാട് പ്രഷർ ചെലുത്തി എന്ന് അമിത്ഷാ പാർലമെന്റിൽ തന്നെ രേഖാമൂലം പറഞ്ഞു. തൃണമൂലിൻ്റെ എം പിമാർക്കൊന്നും മറുപടിയില്ലായിരുന്നു. തൃണമൂലിൻ്റെ ചില എം പിമാർ ഇത് പറഞ്ഞപ്പോൾ ബഹളം വെക്കുകയായിരുന്നു അവിടെ. അതിനുശേഷം ഇത് കൊൽക്കത്ത ഹൈക്കോടതിയിൽ വന്നു. കൊൽക്കത്ത ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് വിധി വന്നു. എന്നിട്ടിത് അവസാനം സുപ്രീം കോടതിയിൽ വരെ എത്തി. മമതയ്ക്ക് നല്ല കൊട്ട് കിട്ടിയിട്ട് പോലും മമത അക്കാര്യത്തിൽ ഒരു നിലപാടുമില്ലാതിരുന്നു. ഞാൻ അതിലേക്ക് വരാം. എന്തായാലും അതിന് മുമ്പ് എത്ര മനോഹരമായാണ് അന്ന് ഇപ്പോഴാ ആ സ്ഥലം വിട്ടുകിട്ടിയപ്പോൾ BSF ജവാന്മാർ എത്ര മനോഹരമായാണ് ആ 600 കിലോമീറ്ററിൽ ആ ഒരു ബംഗ്ലാദേശിനെ വിഭജിച്ചുകൊണ്ടുള്ള വേലി. അതൊക്കെ ഈ മുള്ളുവേലിയൊക്കെ കെട്ടാതിരുന്നതിന്റെയൊക്കെ കാരണങ്ങളുണ്ട്. കേട്ടാൽ നമ്മൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യണം. അതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. എത്ര മനോഹരമായാണ് ആ BSF ജവാന്മാർ ആ വേലി കെട്ടുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇവിടെ ദൃശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ 2024 തൊട്ട് ഒപ്പിടാതെ ഈ എണ്ണ കുഴിച്ചെടുക്കുന്ന എണ്ണ നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തി അതിൻ്റെ എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കി. നോക്കൂ, വളരെ വേഗത്തിൽ. ഇത് ചെറിയ ഒരു കാലയളവ് കൊണ്ടാണ്. 2018 തൊട്ട് 2024 വരെ എന്ന് പറയുമ്പോൾ 6 വർഷം കൊണ്ട് പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി അവർ MOU തയ്യാറാക്കി ONGC. പക്ഷെ മമത ഒപ്പിടില്ല. ഇപ്പോൾ ഇത് അവിടുത്തെ ധനമന്ത്രി സമീക് ഭട്ടാചാര്യ നിർമ്മല സീതാരാമനെ കണ്ടിരിക്കുകയാണ്. കേന്ദ്ര ധനമന്ത്രി അങ്ങോട്ട് ചെന്ന് കണ്ടു. ഇത് നമുക്ക് ചെയ്യാം. പക്ഷേ ബംഗാളിൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പോരാ. 10,000 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടുന്ന പ്രോജക്റ്റാണ്. കാരണം എണ്ണ കുഴിച്ചെടുത്താൽ മാത്രം പോരാ. ഈ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്താൽ മാത്രം പോലെ ഇതിനെ സപ്ലൈ ചെയ്യണം, സംസ്കരിച്ച് ഇതിനെ പെട്രോളിയം പ്രോഡക്ട്സ് ആക്കണം. പിന്നെ ഇത് മാത്രമല്ല ബംഗാളിന് പുറത്തേക്ക് എത്തിക്കണം. നമ്മുടെ ഇന്ത്യയിലെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തേക്കും ഇത് നമുക്ക് വിൽപ്പന നടത്താം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് എണ്ണ എത്തിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ബംഗാളിൽ നിന്ന് ഇന്തോനേഷ്യ പോലെയുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ, അല്ലേ? അവിടെ എല്ലാം ഈ ഗൾഫിൽ നിന്ന് ഇത് വരുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് ഇവിടുന്ന് എണ്ണ എത്തിക്കാം. മമത ഈ പര്യവേക്ഷണത്തിന്, എണ്ണ പര്യവേക്ഷണത്തിന് ആ അനുമതി നൽകാത്തത് തന്നെ അത് കാരണമാണ്. കാരണം മമതയ്ക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഒന്ന് ബംഗാൾ ഒരു സ്വതന്ത്ര രാജ്യമാകുമെന്നൊരു ഒരു മൂഢ സ്വപ്നം മമതയ്ക്ക്. ഞാൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ മമതയ്ക്ക് അതിലേക്ക് വരാം, രാജ്യം പോലെ നിക്ഷേപം. അതിലേക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തീർക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഈ അശോക് നഗറിലെ എണ്ണപ്പാടം അതൊരു വലിയ എണ്ണപ്പാടമായിട്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാമായിരുന്നു. ഇനി അവിടെ മാത്രമല്ല എണ്ണ കണ്ടെത്തിയിരുന്നത്, മറ്റു പല സ്ഥലങ്ങളിലും ഈ സൗത്ത് 24 പർഗാനസ് ഉൾപ്പെടെയുള്ള, പ്രത്യേകിച്ചും ഈ ആസാം ബംഗാൾ പ്രദേശത്താണ് ഈ വലിയ എണ്ണ നിക്ഷേപം ഇന്ത്യയിലുള്ളത്. ഇത് ഇന്നും ഇന്നലെയും കണ്ടെത്തിയതല്ല. ഇതൊന്നും ഒരു പുതിയ അറിവല്ല. അതാണ് നമ്മൾ ഈ കോൺഗ്രസ്സിനോട്, ഈ രാജ്യം 60 കൊല്ലം 70 കൊല്ലം ഭരിച്ച കോൺഗ്രസ്സിനോടും ഈ ബംഗാൾ ഭരിച്ച ഇടതുപക്ഷത്തിനോടും ഈ 15 കൊല്ലം ഭരിച്ച മമതയോടും ഒക്കെ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വെറുപ്പ് വരുന്നത്? നമ്മൾ വിചാരിക്കുക, എന്താ ഈ നരേന്ദ്രമോദിക്ക് എന്താ വല്ല മാസ്മരികതയുണ്ടോ ഇങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാൻ? അതൊന്നുമല്ല, വളരെ സിമ്പിളാണ്. കാരണം ഇത് ജനത്തിനറിയാം. നോക്കൂ, ഇപ്പോൾ രാജേഷ് ജി പറഞ്ഞില്ലേ, ഇവിടുന്ന് വോട്ട് ചെയ്യാൻ പോയ ആൾക്കാരൊന്നും ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നവൻ അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല. കാരണം അവനിതറിയാം. ഏറ്റവും സാധാരണക്കാരനായ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരുവന് ബംഗാളിൽ വരാൻ പോകുന്ന വികസനത്തെക്കുറിച്ച്, ബംഗാളിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് അവനറിയാം. കാരണം അവിടെ ഒരു കെട്ടിടം, എന്തായാലും ഒരു സംവിധാനം ഉയർന്നു വരണം, ഒരു നിർമ്മിതി വരണം. നിർമ്മിതി മാത്രം ഇവിടെ തൂമ്പ എടുത്ത് സകലമാന പണികളും അല്ല, അവിടുത്തെ മാറ്റം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ ഞെട്ടിപ്പോവും.
അതാണ് ഈ നരേന്ദ്രമോദിക്ക് ഇത്രയും പിന്തുണ കിട്ടുന്നു, BJPക്ക് പിന്തുണ കിട്ടുന്നു എന്ന് പറയുമ്പോൾ 60 കൊല്ലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഉറങ്ങുകയായിരുന്നു. 1920-ലാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് ആസാമിൽ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. 1920-ൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അന്ന് ബ്രിട്ടീഷുകാർ അവിടുന്ന് ചെറിയ തോതിൽ എണ്ണ കുഴിച്ചെടുത്ത് ഈ ക്രൂഡ് ഓയിൽ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് നിർവഹിച്ചുകൊണ്ടിരുന്നു, അവരുപയോഗിച്ചുകൊണ്ടിരുന്നു. അതിനെ വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് ടെക്നോളജി മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് വലിയ രീതിയിൽ അതൊരു വലിയ വ്യവസായമാക്കി മാറ്റുന്നതിന് പകരം കോൺഗ്രസ് ഇതെല്ലാം തമസ്കരിച്ചു കൊണ്ടിരുന്നു. അത് ആർക്കു വേണ്ടി? ഈ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങൾ നടത്തിയിരിക്കുന്ന അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സംരക്ഷിക്കാൻ വേണ്ടി ഈ ഇന്ത്യയുടെ വികസനം ഇവർ മനഃപൂർവ്വം തല്ലിക്കെടുത്തിക്കളഞ്ഞു. ഈ ആസാമിലും ബംഗാളിലും ഇടതുപക്ഷവും അത് തന്നെയാണ്. എനിക്ക് വലിയ സങ്കടം തോന്നുന്നതാണ്. ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ പുരോഗമന പ്രസ്ഥാനം 34 വർഷം തുടർച്ചയായിട്ട് ബംഗാൾ ഭരിച്ചിട്ട് ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതിപ്പം സുവേന്ദു അധികാരി വന്ന് അധികാരമേറ്റിട്ട് എത്ര ദിവസമായി? 1 മാസം തികഞ്ഞോ? ഇല്ല, 2 ആഴ്ച. ഈ 2 ആഴ്ചക്കിടയിൽ അദ്ദേഹം ഇത് മുഴുവൻ ഈ പഴയ MOU പൊടി തട്ടിയെടുത്ത് സൈൻ ചെയ്യാൻ തയ്യാറായിരിക്കുന്നു, ഒപ്പിടാൻ തയ്യാറായിരിക്കുന്നു. ഒപ്പം തൻ്റെ ധനമന്ത്രിയെ ഡൽഹിയിൽ വിട്ട് നിർമ്മല സീതാരാമൻ എന്ന കേന്ദ്ര ധനമന്ത്രിയായിട്ട് സംസാരിക്കുന്നു. ഈ 10,000 കോടി രൂപ പോരാ, ഇത് എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വന്നാൽ പോരാ. അപ്പോൾ സ്വകാര്യ മേഖലയെ അങ്ങോട്ട് കൊണ്ടുവരണം. സ്വകാര്യ മേഖല അങ്ങോട്ട് വരുമ്പോഴേ 20,000-ഓ 30,000-ഓ കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരുള്ളൂ. ഇനി സ്വകാര്യ മേഖല വന്നാൽ തന്നെയും സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ഇന്ത്യൻ കമ്പനീസിന് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ അദാനിക്കോ അംബാനിക്കോ ഒക്കെ ടെക്നോളജിയൊക്കെ നമുക്ക് കൈവശമുണ്ട്, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങാം, എക്യുപ്മെൻറ്റ്സ് നമുക്ക് എടുക്കാം, എല്ലാം ശരിതാണ്. പക്ഷേ ഇത്രയും തുക ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അതിനിപ്പോൾ സുവേന്ദു അധികാരി കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. കാരണം അദ്ദേഹം ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കുകയാണ് അവിടെ. അതായത് ഒരു കൂട്ടം ബാങ്കുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ഇതിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് പണം കടം കൊടുക്കുക ഈ വലിയ കമ്പനികൾക്ക്. സർക്കാർ ഒരുപക്ഷെ ഗ്യാരണ്ടി കൊടുക്കുമായിരിക്കും. കാരണം എണ്ണ ഇത്രയും കിടപ്പുണ്ട്. കിടപ്പുള്ളത് കൊണ്ട് തന്നെ സർക്കാർ, അതായത് ഈ എണ്ണ ഒറ്റയടിക്ക് ഊറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. ഇത് പതുക്കെയാണ് എടുക്കേണ്ടത്. മാത്രമല്ല എടുക്കുന്ന സാധനം നമ്മുടെ എണ്ണയ്ക്ക് ക്വാളിറ്റി കൂടുതലുണ്ട്. മറ്റേ ഇവിടെയൊക്കെ വെനിസ്വേലയിലെ എണ്ണ പോലെയല്ല, സൾഫർ കൂടുതലുള്ള എണ്ണയല്ല, ക്രൂഡ് ഓയിലല്ല. അതുകൊണ്ട് എൻ്റെ പ്രോസസ്സിങ് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ പ്രോസസ്സിങ് യൂണിറ്റുകൾ വലിയ നമ്മുടെ കൊച്ചിൻ റിഫൈനറീസ് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ അവിടെ വരണം. അങ്ങനെ ആ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് പണം വേണം. അത് ഈ സ്വകാര്യ കമ്പനികൾക്ക് തീർച്ചയായിട്ടും പണം കടം കൊടുക്കേണ്ടി വരും. അതിന് ബാങ്കുകൾ തയ്യാറായിട്ട് വരണം. സർക്കാർ ഒരുപക്ഷെ ഗ്യാരണ്ടി നിൽക്കുമായിരിക്കും, കാരണം ഇവിടെ എണ്ണയുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നോക്കൂ, സുവേന്ദു അധികാരി എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴേ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് പഠിച്ച് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് നരേന്ദ്രമോദി അവിടെ വന്നിട്ട് തെരഞ്ഞെടുപ്പിൽ സോനാർ ബംഗ്ല എന്ന് പറഞ്ഞത്. ബംഗാൾ സുവർണ ബംഗാൾ എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ബംഗാൾ സ്വർണത്തിൽ പൂശിയ ബംഗാൾ, അല്ലെങ്കിൽ സ്വർണം മുക്കിയ ബംഗാൾ എന്നൊക്കെ അർത്ഥം വരുന്ന തരത്തിൽ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെ അത് ഒരു വശത്ത് നിൽക്കുന്നു. 2, നേരത്തെ പറഞ്ഞില്ലേ മമത എന്തുകൊണ്ട് 600 കിലോമീറ്റർ വേലി കെട്ടിയില്ല? അതിനേക്കാൾ വലിയൊരു ചതി അവിടെ നടന്നു. സിലിഗുരി എന്ന് പറയുന്ന ചിക്കൻ നെക്ക്, ആ ഭാഗത്ത് മമത ഒരു സെക്യൂരിറ്റിയും സംസ്ഥാനത്തിൻ്റെതായ രീതിയിൽ കൊടുത്തിട്ടില്ല, കേന്ദ്രത്തിൻ്റെതായ രീതിയിൽ കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആ ഭാഗത്ത് ഏതാണ്ട് 22 കിലോമീറ്റർ വീതിയേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞതുപോലെ കർഷകർ ഏറ്റവും കൂടുതൽ, ഈ ഡാർജിലിംഗ് ഒക്കെ വരുന്നത് ആ ഭാഗത്ത്, അവിടുന്ന് ആസാം അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ പ്രദേശത്ത്, അവിടെ ഇന്ത്യയിൽ ഏറ്റവും നല്ല തേയില വിളയുന്നത് ഡാർജിലിങ്ങിലാണ്. ഡാർജിലിംഗ് തേയിലയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ക്വാളിറ്റിയുള്ള, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഡാർജിലിംഗ് തേയിലയാണ്. അപ്പോൾ ആ ഡാർജിലിംഗ് തേയില, അതുപോലെ ഏറ്റവും നല്ല പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി ഒക്കെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ സിലിഗുരി. ആ സിലിഗുരിയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, കാലിക്കടത്തുകാരെ കൊണ്ടുവന്ന് 1000 കണക്കിന് മാടുകളെ ഈ കൃഷിയിടങ്ങളിലേക്ക് ഇറക്കി വിടും.
എന്നിട്ട് പുറകിൽ നിന്ന് വെടിവെക്കും. വെടിശബ്ദം കേൾക്കണോ ഇത് ഓടും. ഇത് ഈ കൃഷി മൊത്തം അത്രയും നശിപ്പിക്കുമ്പോൾ കർഷകർ പട്ടിണിയായി. കാരണം കാർഷിക വിളകൾ നശിച്ച അവർ പൊന്നുപോലെ വിളയിച്ചെടുത്ത് കൊണ്ടുവരുന്ന സാധനം ഇത് വിറ്റാലേ അവർക്ക് പണം കിട്ടുള്ളൂ. അതിൽ നിന്നാണ് അവർക്ക് ലാഭം കിട്ടേണ്ടത്, അല്ലേ? അവരുടെ ചിലവും പോയിട്ട് ലാഭം കിട്ടേണ്ടത്. അതിനെ മുഴുവനും നശിപ്പിച്ച് കർഷകർ കൃഷി ഇറക്കാതായതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കർഷകർക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കാതെയായി. ഈ മമത തന്നെ നേരിട്ട് ബാങ്കുകളോട് പറഞ്ഞ് ഇവർക്ക് ലോൺ കൊടുക്കരുത്, ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല, ഇവരുടെ കൃഷി മുഴുവനും നഷ്ടത്തിലാണ്, ഇവരുടെ കാർഷിക വിളകൾ അവരെ ഒഴിപ്പിക്കുക. എന്നിട്ട് ഈ സിലിഗുരിയെ കട്ട് ചെയ്ത് ഈ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളെ മുഴുവനും ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുക. ഇതൊരു വലിയ രാജ്യാന്തര ഗൂഢാലോചനയാണ്. ഇത് മമത മാത്രമൊന്നുമല്ല, ഇതിൻ്റെ പുറകിൽ ചൈനയുണ്ട്, ബംഗ്ലാദേശുണ്ട്, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പോലും കൈയുണ്ട്. അങ്ങനെ നോക്കൂ, ഇത്രയും വലിയ എണ്ണ നിക്ഷേപം കിടന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത, സ്വന്തം കർഷകരെ കുരുതി കൊടുക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ ഉണ്ടായിരുന്നത്. വെറുതെ അല്ല സുപ്രീം കോടതി ക്രിമിനൽ. അതെ, ഇത് മമത എന്നല്ല, മറുത എന്നാണ് ഇവരെ മലയാളത്തിൽ വിളിക്കേണ്ടത്. മറുത ദീദി എന്നല്ല, മറുത കിളവി എന്ന് വേണം ഇവരെ വിളിക്കേണ്ടത്. ഇത്രയും സ്വന്തം രാജ്യത്തോട്, സ്വന്തം മണ്ണിനോട്, എന്തിനാ ബംഗാളിനെ അടർത്തി മാറ്റി അവർക്ക് അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കണം? എന്തൊരു നീചമായ ബുദ്ധിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയൊരു നിക്ഷേപം നമ്മളൊക്കെ ആണെങ്കിൽ നോക്കൂ, ഈ കേരളത്തിലൊക്കെ ഈ എണ്ണ നിക്ഷേപം കണ്ടെത്തിയാൽ പോലും നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ പരിസ്ഥിതി അങ്ങനത്തതാണ്. നമ്മുടെ ഭൂമിക്ക് വലിയ ഉറപ്പില്ല. ഇതിങ്ങനെ സമുദ്രത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഭൂമിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹൈസ്പീഡ് റെയിൽ വയബിൾ അല്ല എന്ന് ശ്രീധരൻ സാറിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത്. കാരണം ഇത് നിൽക്കില്ല. ഇത് 200 കിലോമീറ്ററിന് മേളിൽ സ്പീഡിൽ ഓടണതും ഭൂമി തകർന്ന് കുഴിഞ്ഞു പോകും. മനസ്സിലായില്ലേ? ഇവിടെ പരമാവധി നമുക്ക് ഓടിക്കാൻ പറ്റുന്ന 160-180 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ ഓടിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിൽ ഇതൊന്നും, കേരളത്തെ പോലൊരു സ്ഥലത്ത് ഇത് വയബിൾ അല്ല. പക്ഷെ ബംഗാളിൽ അങ്ങനെയല്ല, ഉറപ്പുള്ള ഭൂമിയാണ്. തീർച്ചയായിട്ടും അവിടെ ഈ എണ്ണ നിക്ഷേപം കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ബംഗാളിൻ്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാവി മാറ്റിമറിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല. 240 ദശലക്ഷം ബാരൽ എണ്ണയാണ് അവിടെ കിടക്കുന്നത്, അശോക് നഗറിൽ മാത്രം കിടക്കുന്നത്. അതുപോലെ സൗത്ത് 24 പർഗാനസ്, ഇത് നാദിയ ജില്ലയിലെ ഒരു പ്രദേശത്ത് ഇതുപോലെ എണ്ണ നിക്ഷേപമുണ്ട്. അവിടെ ഇപ്പോൾ അതിൻ്റെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളൊക്കെയാണ് കൂടുതലും. മാത്രമല്ല ആസാം, ആ ബെൽറ്റ് ഇങ്ങനെ വരികയാണ്. ആസാം, ബംഗാൾ, ആ ഒരു ബെൽറ്റിൽ വലിയ രീതിയിൽ, അതായത് അവർക്ക് ചില കണക്കുകളുണ്ട്. ഇന്ന ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡിൽ എണ്ണയുണ്ടെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഇന്ന സ്ഥലത്ത് എണ്ണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടാണ് അവർ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 2 വർഷത്തിനകം നമുക്ക് 2 വർഷത്തിനകം അവിടുന്ന് എണ്ണ കുഴിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ സുവേന്ദു അധികാരി അവിടെ ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും, അതായത് ഇതിന് വലിയ രീതിയിൽ റോഡും കാര്യങ്ങളും വേണം. കാരണം എണ്ണ കൊണ്ടുപോകണം, പിന്നെ റെയിൽ സൗകര്യം വേണം, പൈപ്പ് ലൈൻ വേണം, പിന്നെ കടൽ വഴിയുള്ള. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ആൻഡമാൻ നിക്കോബാറിൽ, ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു നേവൽ ഇത് വരുന്നത് വെറുതെ വരുന്നതല്ല, ഒരു നേവൽ ബേസ് വരുന്നത് വെറുതെ വരുന്നതല്ല. ഇവിടെ ഇതിന് സുരക്ഷ ഒരുക്കണം. കാരണം അശോക് നഗറിൽ, 24 പർഗാനസിൽ, നാദിയയിലൊക്കെ ഇത്തരത്തിലുള്ള ഇതുണ്ടാവുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ, കൊച്ചിൻ റിഫൈനറീസിന് ഏറ്റവും വലിയ സുരക്ഷ എന്ന് പറയുന്നത് അവിടെ നേവൽ ബേസ് ഉള്ളതാണ്. നമ്മുടെ പോലീസൊന്നുമല്ല. അതായത് ഒരു അറ്റാക്ക് നടന്നാൽ പാകിസ്ഥാൻ ആദ്യം ആക്രമിക്കുക കൊച്ചിയാണെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്, അല്ലേ? എന്തുകൊണ്ട് കൊച്ചി ആക്രമിക്കുന്നു? കൊച്ചി വലിയ ഒരു വ്യാവസായിക കേന്ദ്രമായതുകൊണ്ടൊന്നുമല്ല. കൊച്ചിൻ റിഫൈനറീസ് ലിമിറ്റഡ് കിടക്കുന്നു. ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് അവിടുന്നാണ് നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സ് ആക്കി വിൽക്കുന്നത്. അപ്പോൾ അതൊരു തന്ത്രപ്രധാന കേന്ദ്രമാണ് കൊച്ചി. അവിടെ ഒരു നേവിയുടെ ഒരു ബേസ് കിടക്കുന്നത് വലിയ സുരക്ഷയാണ്. ഏതെങ്കിലും തരത്തിലൊരു മിസൈൽ കൊച്ചിയുടെ അതിർത്തിയിൽ പ്രവേശിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ നേവി അവിടെ ഡിഫൻസ് ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് അതിനെ ആകാശത്ത് വെച്ച് തന്നെ അടിച്ച് കളയും. ഇവിടെ തിരുവനന്തപുരത്ത് VSSC ആക്രമിക്കാൻ ശ്രമിച്ചാൽ വളരെ കൃത്യമായിട്ട് അതിനെ തടയാനുള്ള സുരക്ഷാ സംവിധാനം തിരുവനന്തപുരത്തുണ്ട്.
അത് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും, നേവിയോ എയർഫോഴ്സും. ഇന്ത്യൻ എയർഫോഴ്സും ഒക്കെയാണ്. ഇത് അതുപോലെ ഈ ഗ്രേറ്റ് നിക്കോബാറിൽ ഒരു നേവൽ ബേസ് കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സാധനം, അതായത് ബംഗാളിലെ എണ്ണ നിക്ഷേപം സുരക്ഷിതമാക്കുക. അതിന് ഒരു തരത്തിലും ഇപ്പോൾ കണ്ടില്ലേ ഇറാൻ അടിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കുവൈറ്റിലാണെങ്കിലും പിന്നെ UAE-യിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും എണ്ണക്കിണറുകളാണ് ആക്രമിക്കുന്നത്. എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കൃത്യമായ സുരക്ഷ. പിന്നെ നമ്മൾ ലോകത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒന്നാമത്തെയും ഒക്കെ സൈനിക ശക്തി വിവിധ ശ്രേണികളിൽ പെടുന്നവരാണ് അല്ലേ. ആർമിയുടെ കാര്യത്തിലാണെങ്കിലും നേവി, എയർഫോഴ്സ്, അതുപോലെ തന്നെ മിസൈൽ വിങ്ങിലാണെങ്കിലും നമ്മൾ ഒട്ടും മോശമല്ല. ആദ്യത്തെ 5 പേരെ എടുത്താൽ നമ്മളതിലുണ്ട്. അതുകൊണ്ട് നമ്മളെ അത്ര പെട്ടെന്നൊന്നും ആക്രമിക്കില്ല. എങ്കിലും നമ്മൾ സുരക്ഷ ഒരുക്കണം. അതിനാണ് നിക്കോബാറിൽ നേവിയുടെ ബേസ് വരുന്നത്. അതിനെയാണ് രാഹുൽ ഗാന്ധിയും മമതയും ഒക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുക, എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക, എന്നിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഞെളിഞ്ഞിരിക്കുക. അതാണ് അവരുടെ ലക്ഷ്യവും സ്വപ്നവും ഒക്കെ അതാണ്. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തലവര മാറ്റി എഴുതും, ഒരു സംശയവും ഇല്ല. തീർച്ചയായിട്ടും ബംഗാൾ പുരോഗമിച്ചാൽ രാജ്യം പുരോഗമിച്ചു, ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ.